ദിനേശ് ഏട്ടാ, ആദ്യ സിനിമയും ആ സിനിമയിലെ അനുഭവം ഒന്ന് പറയും. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കിരീടം പോലെ ഒരു ഹിറ്റ് സിനിമ ആദ്യമായിട്ട് നിർമ്മിക്കാൻ സാധിച്ചത് ഒരു ഭാഗ്യമല്ലേ? തീർച്ചയായിട്ടും അതൊരു ഭാഗ്യം തന്നെയാണ്. അത് ഇത്രയും വലിയ ഹിറ്റായിട്ട് മാറുമെന്ന് നിങ്ങൾ കരുതിയിരുന്നോ? തീർച്ചയായിട്ടും കരുതിയിരുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. കാരണം വെച്ചാൽ ഒരു നല്ല സിനിമ എടുക്കണം എന്നൊരു ഉദ്ദേശത്തിലാണ് കിരീടം എന്ന സിനിമ ഞങ്ങൾ പണി തുടങ്ങിയത്. അപ്പോൾ അതിനകത്ത് ആദ്യം വേണുനാഗവള്ളിയാണ് ശരിക്കും പറഞ്ഞത് സംവിധാനം ചെയ്യേണ്ടിയിരുന്നത്. അതെന്നല്ല, ഞങ്ങളുടെ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യേണ്ടത്. പിന്നീടാണ് ലോഹിദാസ് രംഗത്ത് വരികയും അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി തന്നപ്പോൾ അതിനൊരു കിരീടം എന്ന പേര് വെച്ച് നമ്മളത് മുന്നോട്ട് പോവുകയും മോഹൻലാൽ അതിന് 100% അപ്രൂവലും കൂടെ തന്നു കഴിഞ്ഞപ്പോഴേക്കും 86, 87 മുതൽ ഓടി 89 ആയപ്പോഴേക്കും ആ സിനിമ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ പൂർത്തീകരിച്ചു. അന്നും ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്ന ഒരു തോന്നലെന്ന് പറഞ്ഞാൽ ഇതെന്തായാലും ഒരു അടിപൊളി സിനിമയായിരിക്കും, നല്ലൊരു ക്ലാസ് സിനിമയായിരിക്കും. കാരണം നമ്മുടെ സാധാരണ രീതിയിൽ കാണുന്ന ഒരു സിനിമയല്ല കിരീടം. അതിനകത്ത് മോഹൻലാലിന് യാതൊരു ഹീറോയിസമില്ല. അല്ലെങ്കിൽ ആ സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു ഹ്യൂമർ സിനിമയല്ല. ഏത് രീതി നോക്കിയാലും അതിനകത്ത് അങ്ങനെ വലിയൊരു ഘടകങ്ങൾ എടുത്തു പറയാനായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ മനസ്സിൽ ഞങ്ങൾക്ക് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ സിനിമ ഒരു വിഭിന്നമായ സിനിമയാണ്, നല്ലൊരു തിരക്കഥയാണ്, മോഹൻലാലിനും തിലകനും അതിനകത്ത് അഭിനയിച്ച എല്ലാവർക്കും തന്നെ ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നൊരു വിശ്വാസത്തിൽ ആ സിനിമ ഞങ്ങൾക്ക് എന്തായാലും ഗുണം ചെയ്യും. എന്ന് വെച്ചാൽ സിനിമ നല്ലൊരു പേരുണ്ടാക്കും, ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു ആ സിനിമ 125 ദിവസം ഓടി. മാത്രമല്ല ഇന്നും വളരെ സന്തോഷത്തോടെ ഒരു കാര്യം പറയട്ടെ, ഈ അടുത്ത കാലത്ത് പോലും പഴയ സിനിമകൾ ഇപ്പോൾ ഈ കേരളീയത്തിൻ്റെ ആ ഇടയിൽ കൈരളി തിയേറ്ററിലാണെന്ന് തോന്നുന്നു അത് കാണിച്ചപ്പോൾ അവിടെ ആൾക്കാർ തിങ്ങി നിറഞ്ഞ് ഇരുന്ന് കൈയടിച്ച് ആണ് ഈ പറയുന്ന 34 വർഷത്തിന് ശേഷം കിരീടം എന്ന സിനിമ കണ്ടത്. അതൊക്കെ കേൾക്കുമ്പോൾ, അതൊക്കെ കാണുമ്പോൾ, അറിയുമ്പോൾ ഇന്നും അതിൻ്റെ നിർമ്മാതാവ് എന്ന രീതിയിൽ വളരെ വളരെ സന്തോഷത്തോടെ